ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മസൂരിയിൽ നിന്ന് ഡനോൾട്ടി പോണ റൂട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നലെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇന്നലെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ക്യാമറയുടെ ചാർജ് തീർന്നുപോയി. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചാൽ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേട്ടാ. അപ്പോൾ ഞാൻ പോണ വഴി ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടാ. നമ്മളെ ഇന്നലെ ടെൻ്റ് അടിച്ചില്ലേ, ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചില്ല. കാരണം എനിക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ ചാർജ് തീർന്നു കേട്ടോ. കാരണം ഫോണിലും ചാർജ് കുറവാണ്. പിന്നെ പവർ ബാങ്കിൽ ചാർജിൻ്റെ കാര്യം തീരുമാനമായി. കാരണം ഞാൻ ഇത്ര നേരം ക്യാമറ കുത്തിയിരുന്നായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമായി. കാരണം ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചില്ലേ, അവിടെ അത്യാവശ്യം മൃഗങ്ങൾ ഇറങ്ങണ ഏരിയ കേട്ടോ. എന്നോട് കുറേ പേര് പറഞ്ഞു പിന്നെ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കിട്ടൂലായിരുന്നു. അപ്പോൾ വന്നൊരു ഒരാളെ കണ്ട്. അപ്പോൾ ആൾ പറഞ്ഞുകൊണ്ട് റിട്ടേൺ പോയി അവിടെ അടിച്ചേട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇപ്പോൾ നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റൂട്ടാണ്. ഇതേ കണ്ടില്ലേ, മഞ്ഞ് കണ്ടില്ലേ, കോട വന്നത് അടിപൊളിയാണ്. ഈ കാണുന്നതൊക്കെ ദേവദാരു ആണെന്ന് തോന്നുന്നത്. ദേവദാരു മരങ്ങളാണ്, അടിപൊളിയായിട്ട് കാണാൻ. പിന്നെ അതേ കോട ഇങ്ങനെ കയറി മേലിലേക്ക് പോകണണ്ടില്ലേ. അത്യാവശ്യം വണ്ടികൾ പോകണ്ടട്ടെ ഈ റൂട്ടിൽ. ഇത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ധനോൾട്ടി പോണ റൂട്ടിലാണുള്ളത്. ധനോൾട്ടി അപ്പോൾ അതിനും കൂടി വേറൊരു സ്ഥലം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പറ്റുമെങ്കിൽ അവിടെ പോകും, എന്നിട്ട് വേണം ധനോൾട്ടി പോകാൻ. അപ്പോൾ പിന്നെ അതുപോലെ ഇനി അവിടെ നിന്ന് ഋഷികേശ് അങ്ങനെയുള്ള പ്ലാൻ ഇട്ടേക്കണം. അപ്പോൾ എന്തായാലും പയ്യെ പോകട്ടെ. വണ്ടികളൊക്കെ വന്നിട്ടില്ലേ, ഇത് അത്യാവശ്യം ഒരു വളവാണ്. പിന്നെ അതേപോലെ ഇന്നലെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ചാർജ് തീർന്നുപോയി. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ടയേർഡായിട്ട് ഞാൻ ഇന്നലെ എനിക്ക് അവിടെ സ്റ്റേ കിട്ടിയപ്പോൾ ഏകദേശം 10 മണിയല്ല 9 മണി കഴിഞ്ഞ് 9 മണി കഴിഞ്ഞിട്ടാണ് ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ. കാരണം എവിടെയും സ്ഥലമില്ലാട്ട് അടിക്കാൻ. കാരണം റോഡാണ്, പിന്നെ ഫോറസ്റ്റാണ്. നമുക്ക് എവിടെയും സൈഡിൽ അടിക്കാൻ പറ്റില്ല. കാരണം രാത്രി വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയും തട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ആ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അവിടെ അടിച്ചേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിങ്ങനെ കയറി തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഞാനത് ചായ കുടിക്കലാന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ വെള്ളമൊന്നും ഉണ്ടാകുന്നില്ല. വെള്ളമൊക്കെ ഇന്നലെ തീർന്നു. വന്നവഴിക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള സംഭവമൊന്നും കണ്ടില്ല. അപ്പോൾ അത് ഈ റൂട്ടാണ്ട് നമുക്ക് പോകാനുള്ള. ഇവിടുന്ന് ഇങ്ങനെ കയറി വേണം പോകാൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിയിലെന്തോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ, എന്താണ് ഈ പട്ടിപ്പുറ. ഞാൻ ആ പശുവൊക്കെ ഇട്ട് തല്ലു പിടിച്ചിട്ട് വന്നേക്കുന്നത്. ഞാനൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അടിയിൽ എനിക്കൊന്ന് എന്തോ റിസോർട്ടാണ്, റൂമോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതന്നെ റിസോർട്ടാണ്. കണ്ടില്ലേ, കോട ഇങ്ങനെ കയറി തന്നെ കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. അതിനെ കാണാനുള്ള കാരണം ആളെവിടെയോ മറഞ്ഞിരിക്കണേട്ടോ, ഒളിച്ചിരിക്കണേണ്. അതല്ലേ വ്യൂ ഇതാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. കാരണം നമുക്ക് പോകേണ്ട റൂട്ട് അങ്ങനെയാന്ന് തോന്നട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. സൂര്യൻ ചേട്ടൻ ഉണ്ട്, പക്ഷേ സൂര്യൻ ചേട്ടൻ്റെ ചൂട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ സൂര്യൻ ചേട്ടൻ ഇതിൻ്റെ ഇടയിൽ എവിടെയാണ്, ഈ കോടയുടെ എവിടേക്കാണ് എവിടെയാണ് നിൽക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചായ വല്ലതും കുടിക്കാം. നെറ്റ് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ, അക്കൗണ്ടിലാണ് കേട്ടോ പൈസ ഉള്ള. അപ്പോൾ ഗൂഗിൾ പേ കിട്ടുവാന്ന് നോക്കട്ടെ. കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ ഇന്നലെ തീർന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിച്ചു, മാഗിയൊക്കെ മേടിച്ചപ്പോൾ തീർന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കാം. അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിവിടെ കടയിൽ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ വ്യൂ ഇങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോടയുണ്ടോന്ന് കാണാനുള്ള. പിന്നെ അപ്പോൾ ഞാൻ 2 സ്നാക്സ് മേടിച്ചു. ബാക്കി സാധനത്തിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രധാന ഭക്ഷണമാണ് മാഗി. ഞാൻ ഓർഡർ ചെയ്തില്ല. വേണമെങ്കിൽ മാഗി 2 പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണ്ട. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നിയത്. അപ്പോൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ കുറച്ച് നേരം എൻ്റെ ഫോൺ ചാർജ് കുത്തിയിട്ടേ. അപ്പോൾ ചാർജ് കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയേട്ടാ. ഇറങ്ങി ഇപ്പോൾ അതേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഉണ്ടല്ലേ, ഫുള്ള് കോട ഉണ്ടോ. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ശരിക്കും ഇപ്പോൾ സീസൺ ടൈം അല്ല. ശരിക്കും ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ടൈമാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയ് ജൂൺ ആ ടൈമൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ തണുപ്പാണല്ലോ. ആ ടൈമിലൊക്കെ ഇവർക്ക് ഭയങ്കര കച്ചവടം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോകണേട്ടാ. ബ്രേക്ക് കുറവുണ്ട്. ഞാനപ്പോൾ എന്തായാലും ഒറ്റ കയ്യിലാണ് ഇത് പിടിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ വന്ന വഴിക്ക് ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇട്ട് ഓരോരോ കടകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന വഴിക്ക് അങ്ങനെ അധികം കണ്ടില്ല. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തില്ലേ, അവിടം വരെ എത്തണ വരെ നമ്മൾ കടകളൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ വന്ന വഴിക്ക് ഇഷ്ടമാതിരി കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾക്ക് ഒരു ഓൾഡ് റെസ്റ്റ് എന്നിട്ട് ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പെട്ടെന്ന്. പാവം. അപ്പോൾ അതെ കണ്ടില്ലേ, ഫുള്ള് കോടയുണ്ടാ. ഇനിയിപ്പോൾ കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ. നമ്മളിവിടെ അടുത്തൊരു ഇതുണ്ട്, ടെമ്പിളുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോകുന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഇതുണ്ട്, ജംഗ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം കേട്ടോ.
നമ്മളെ ഇപ്പൊ അവിടെ നിന്ന് പോകുന്നട്ടാ. അപ്പൊ ഇപ്പൊ ദേവൽശ്രീ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. നമ്മൾ അവിടെ കാണാൻ അടിപൊളിയാന്ന് ഞാൻ വീഡിയോ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതായത് പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുള്ള് ദേവദാരും മരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ നടുക്ക് ഒരു ടെമ്പിൾ കേട്ടാ. നമ്മുടെ ഈ ഹഡിംബ ടെമ്പിളൊക്കെ ഇല്ലേ മണാലിയില, അതിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടെന്നാണ് കേട്ടാ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ല ഫുള്ള് ദേവദാരു മരങ്ങളാണ്. അതിൻ്റെ നടുക്കൂടി മഞ്ഞ്, അതായത് കോട പോകണാണ്ടില്ലേ, അടിപൊളിയായിട്ടാ. ശരിക്കും നമ്മൾ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ ഈ കോട ഇങ്ങനെ പോകണമെങ്കിൽ എനിക്ക് നമ്മുടെ മൂന്നാറൊക്കെ വന്നൊരു ഫീലാണ്ടാ. നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട. എനിക്ക് തണുപ്പ് കാറ്റടിച്ചിട്ട് ഭയങ്കര തണുപ്പുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്ട. സ്നോയൊന്നും ഇല്ല. അത് കാരണം സ്നോയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇനി നമ്മൾ മറ്റേ ബദ്രിനാഥൊക്കെ പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട. പക്ഷെ അവർ മിക്കവാറും ക്ലോസ് ചെയ്യുന്നു നമ്മളവിടെ എത്തുമ്പോൾ. എന്തായാലും നോക്കാം നമുക്ക്. അതല്ലേ ഇതാണ് റൂട്ട്. ഇറങ്ങി പോകണം. കുറച്ച് ഇറക്കമാണെന്ന് തോന്നുന്നത്. അത് ഇനി പിന്നെ തിരിച്ച് ഈ ഇറങ്ങണ ഇറക്കമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ച് വന്നഴിക്ക് കയറണം കേട്ടോ. ഹായ് കുറച്ച് ഇറങ്ങാമാരിക്കും എനിക്ക് ഇവിടെ ബോറടിച്ചിരിക്കണ തോന്നുന്നു. എടാ ചാടിയൊക്കെ ഒരു കേട്ടോ, പറയാൻ പറ്റില്ല. ഇവിടെ സ്കൂളൊക്കെയാണ് കേട്ടോ. പിള്ളേരെ കളിക്കണണ്ടില്ലേ, അടിപൊളിയാണ്. ഇവർക്ക് കോട്ടൊക്കെയാണ് കേട്ടോ പിള്ളേർക്ക്. നല്ല വെയിലും ഉണ്ട്, അതേപോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ശരിക്കും എന്ത് ഭംഗിയാണല്ലേ ഇത്. എനിക്ക് ഞാൻ പറയില്ലേ, നമ്മുടെ ഒരു മൂന്നാറൊക്കെ വന്നൊരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. സത്യം പറയാൻ അങ്ങനെ എനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. നമ്മൾ മേളിൽ നിന്നൊക്കെ നോക്കുമ്പോഴൊക്കെ ഇരുന്ന വ്യൂ ഇല്ലേ, അത് അടിപൊളിയാണ് കേട്ടാ. ഉണ്ടല്ലേ ഈ റൂട്ട് നോക്കിയാൽ എല്ലാം അടിപൊളിയാണ്. ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച നോക്കിയാൽ താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ എന്തോ ആൾക്കാരെ കൂടിയിട്ടുണ്ട്, എന്തോ പണി നടക്കണേന്ന് തോന്നുന്നു. ഉണ്ടല്ലേ നമുക്ക് ഈ റൂട്ട് ഉത്തരകാശിയൊക്കെ പോകാട്ടോ. അതായത് ഇവിടെ നിന്ന് നേരെ എന്തോ ആ റൂട്ടാണ് ഉത്തരകാശിയൊക്കെ പോകുന്ന റൂട്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംമാതിരി ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോഴാണ്ട് കണ്ട. അപ്പോൾ ഞാൻ മാപ്പിലൊക്കെ നോക്കിയപ്പോഴും പിന്നെ അവിടെ വന്നവഴിക്കൊരു ബോർഡ് കണ്ടിട്ടോ. ഉത്തരകാശിയിലേക്ക് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചാണ് റിട്ടേൺ പോകുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ അവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ അതൊന്ന് കാണാൻ വേണ്ടി പോകണേ കേട്ടോ. നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കയറണം കേട്ടോ. ഏകദേശം ഇനി ഒരു 11 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പശുക്കളാണ്. പിന്നെ അതേ ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് ഒരു വില്ലേജാണ് കേട്ടോ ശരി. അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇല്ലേ ഞാൻ പറയില്ല, അടിയിൽ കൂടെ ഒരു ചെറിയൊരു നദി ഒഴുകണ്ട കേട്ടോ. അപ്പുറത്ത് കണ്ടില്ലേ കുഞ്ഞൊരു അരുവിയാണ്ട്. ചെറിയ നദിയല്ല, ചെറിയൊരിത്. ഭയങ്കര കയറ്റമുണ്ട. ഞാൻ കയറി എനിക്ക് ചവിട്ടാൻ പറ്റുള്ള ഭയങ്കര കയറ്റമല്ല, നമ്മൾ വന്ന പോലത്തെ കയറ്റം തന്നെയുണ്ട. പക്ഷേ എന്താ പറയുക, ഇന്നിപ്പോൾ ഭയങ്കര രീതിയിൽ ടയേർഡായി പറ്റാതാട്ടാ. ഇങ്ങനെ കയറി പിന്നെ 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇനി കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. പയ്യായിട്ട് നമ്മൾ കയറി പോകണം. വണ്ടിയിൽ കയറി പോകണമെങ്കിൽ നമ്മളെ പോണ റൂട്ടാണ്ടാ. ഇതണ്ടില്ലേ ഫുള്ള് റോഡ് കയറ്റം, അത്യാവശ്യം കയറ്റം ഇറക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റോഡ് ഇങ്ങനെ പുറയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കയറാൻ. പയ്യെ പോണേനെ. പിന്നെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോണിൽ. നമ്മളെ ദേവൽസിൽ എത്താറായിട്ടാ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് തരാമെന്ന് പറഞ്ഞിട്ടാ. അത് വേറൊന്നുമല്ല, എൻ്റെ ഫോണിലാണെങ്കിൽ ക്യാമറയിൽ ചാർജ് ഇല്ല. എനിക്ക് ചാർജ് കുത്തിയിടണം. അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കി എവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം. ഫോൺ നോക്കി എനിക്കൊരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം. ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ കരടിയുണ്ട്, അത് വേറെ കാര്യം. അല്ല നമുക്ക് ടെൻ്റ് അടിക്കാം എവിടെ വേണമെങ്കിലും. പക്ഷേ ചാർജ് കുത്തിയിടണം, അതാണ് ഞാൻ നോക്കണം. ഫോണിലുമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം. നമ്മൾ ഇറങ്ങാൻ തന്നെ പണിയാവും. പിന്നെ ഫോണിലേക്ക് കിട്ടല് കുറവായിരിക്കുള്ളൂ. അപ്പോൾ അത് നോക്കണം. അതില്ലേ ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിക്കാരാണുള്ളത്. അവരുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വില്ലേജാണ്. ഇവിടേക്ക് എന്തോ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്നോക്കി ബാക്കി ഡീറ്റെയിൽസ് പറയട്ടെ, അല്ലെങ്കിൽ ലേറ്റ് പോവും. അതാണ് നമ്മളിപ്പോൾ ദേവൽസരി പോണ വഴിക്ക് കുറച്ച് ആൾക്കാരെ കണ്ടേട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഹായ്, आपका नाम? मानसी. आपका? आप किधर का है? देहरादून. ओ आप किधर जाएगा आज? देवलसरी जा रहे हैं आपके साथ. अच्छा कैसे आपका जर्नी कैसे हो?
बहुत ही बढ़िया जर्नी है, मजा आया, बहुत ही अच्छी जगह है, सबको आना चाहिए। सरप्राइज, टोटली सरप्राइज। ബ്യൂട്ടിഫുൾ ദേവദാരു ട്രീസ്. യെസ് യെസ്, കാരണം നമ്മളെ ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ട് ദേവദാരു ട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വന്ന് നമ്മളെ കണ്ട് സംസാരിക്കുകയും ചെയ്തേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരോട് യാത്ര വേണ്ടേ, അങ്ങോട്ടേക്ക് പോകട്ടാ. നമ്മളെ അങ്ങനെ ഇവിടെ സ്പോട്ടിലെത്തിയേട്ടാ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഞാൻ ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് ഈ ബൈക്കും ഈ ഒരു ഇതും പോകാൻ വേണ്ടി. അപ്പോൾ അടിയിലാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മേളിൽ. കയറ്റോ വരെ കയറ്റോ ഉണ്ടോ നമ്മൾ സൈക്കിളിൽ വന്നുകൊണ്ടാണ് കേട്ടോ. അടിയിലൊക്കെ കണ്ടില്ലേ ഒരു ചെറിയൊരു റിവർ ഉണ്ട്. ഓ ഗ്യാസ്. പിന്നെ ഇത് ഫുള്ള് ദേവദാരു മരങ്ങളാട്ടാ. ശരിക്കും എനിക്ക് തോന്നണേ ഇവിടെ ഈ ദേവത്സരി എന്ന ഈ ഒരു വില്ലേജിന് പേര് വരാൻ കാരണം ഇവിടെ മുഴുവനും എനിക്ക് തോന്നുന്നത് ദേവദാരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് കേട്ടോ ശരിക്കും വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാ. ഇതാണ്ടാ കയറി പോകേണ്ട റൂട്ട്. ഇവിടെ നിന്ന് കുറച്ചുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നടന്ന് പോകാൻ വേണ്ടി. കാരണം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. എനിക്കൊന്ന് ഇപ്പുറത്തെ മലയിലാണെന്ന് തോന്നട്ടോ. പടിയിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു റിവർ ഒഴുകണ്ട കേട്ടോ. കേട്ടോ പോണ റൂട്ടേ ആണെന്ന് തോന്നണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ അടിയിലെന്തോ വീടൊക്കെയാണെന്ന് തോന്നട്ടോ. ടൂറിസ്റ്റുകളെയൊന്നും അധികം കണ്ടില്ല കേട്ടോ. കുറേ പേരൊക്കെ വന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങോട്ട് തന്നെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. നെറ്റ്വർക്കും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെ പൊന്നോ ആരും കാണാനുമില്ല. നേരത്തെ നമ്മൾ കണ്ടില്ലേ അവരിങ്ങോട്ടാണ്ടോന്ന്, പക്ഷെ അവരിങ്ങോട്ട് പോയെന്ന് അവരൊരു ഐഡിയ ഇല്ലല്ലോ. ഇവിടെയൊക്കെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഈ വഴി ആയിരിക്കും എന്ന് തോന്നട്ടോ. അതാരോ വന്നുണ്ട്, ചോദിച്ചു നോക്കുമെന്ന്. ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ്ടോ ദേവദാരു വേണ്ട കാണാം. ഇല്ലേ അടിപൊളിയാണ്. भैया ये टेम्पल किधर है? 5 minutes ऊपर. ओके. कहाँ से आ रहे हो आप? मैं केरला. केरला कहाँ से? കൊച്ചി. അപ്പോൾ ഇതാണ് കേട്ടോ റൂട്ട്. ഇവിടെ കൂടി ഒരു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. മലയിൽ നിന്ന് തന്നെ വെള്ളമാണ്. ഇപ്പോൾ അവരെ കണ്ടപ്പോൾ അവരാണ് കേട്ടോ നമ്മളോട് പറഞ്ഞ റൂട്ട് ഇതാണെന്ന്. കണ്ടില്ലേ അടിപൊളിയാട്ടോ. ഫുള്ള് ദേവദാരു മരങ്ങളായിട്ട് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ കൂടിയൊക്കെ നമ്മളിങ്ങനെയൊക്കെ ട്രക്ക് ചെയ്ത് പോകാൻ അടിപൊളിയാണ്. നമ്മളെ അങ്ങനെ അവിടെ എത്തിയേട്ടാ. അതേ നോക്കി ഫുള്ള് ഇതാണ്ട് ദേവദാരു മരങ്ങളാണ്. അടിപൊളിയാണ്ട കാണാൻ. കണ്ടില്ലേ എൻ്റെ അവിടെ ആ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഇത്. കണ്ടില്ലേ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഗന്ധ ഹിന്ദി കുറേ ഒന്നും അറിയില്ല കേട്ടോ. പണ്ട് വിട്ടതാണ്. ഹിന്ദി പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറേയൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടില്ലേ അടിപൊളിയാണ്ട് ഇവിടെ കാണാൻ വേണ്ടി. കണ്ടില്ലേ ഫുള്ള് ദേവദാരു മരങ്ങൾ തിരഞ്ഞെടുക്കണ. ഇപ്പം ഏകദേശം അത്യാവശ്യം ഇതായിട്ടാ, അതായത് ഇരുട്ടി തുടങ്ങിയിട്ടാ. പിന്നെ ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ ഈ മരങ്ങൾ ഇങ്ങനെ ഇരിക്കണോണ്ടേ വെളിച്ചം അധികം അടിക്കൂല. ഇവിടെ ടൈം ലാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കരി. കണ്ടില്ലേ അടിപൊളിയാണ്ടാ. നമ്മളാ ഹഡിംബ ടെമ്പിളൊക്കെ പോലെ ഇപ്പം ഉണ്ട് ഏകദേശം. അതായത് നിങ്ങൾ മണാലിയിൽ ഹഡിംബ ടെമ്പിൾ കണ്ടിട്ടില്ലേ, ആ ഒരു ഫീലാണ്ടാ. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരുള്ളൂ ഇവിടെ. നമ്മളെ നേരത്തെ കണ്ട ആൾക്കാരാണ്ട. അപ്പോൾ അവരിവിടെ തൊഴണേന് ഒരു ഹനുമാൻ ടെമ്പിളാണെന്ന് തോന്നണ്ട കണ്ടിട്ട്. എനിക്കങ്ങനെ തോന്നണം, കാരണം അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹനുമാൻ ടെമ്പിളാണോ? അല്ലല്ല, ഒരു ശിവക്ഷേത്രമുണ്ട് ഇത്. ഞാനവിടെ ജസ്റ്റ് ഫോട്ടോ കണ്ടുകൊണ്ട് പറഞ്ഞിട്ട് ഒരു ശിവക്ഷേത്രമാണിത്. ഇത് എത്ര നാളായിന്നറിയില്ല ഇവിടെ തുടങ്ങിയിട്ട്. ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. കണ്ടില്ലേ പക്ഷെ ആളുകൾ കുറവാണ്ട് ഇവിടെ. പിന്നെ അതുപോലെ അങ്ങാടേക്കൊന്നും പോകാൻ പറ്റൂല കേട്ടോ. ജസ്റ്റ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. കാരണം നല്ല അടിപൊളി കാഴ്ച ഉണ്ടാ. ശരിക്കും വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിട്ട് ഇവിടെ. കണ്ടില്ല അവിടെ കല്ലൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ അങ്ങനെ എപ്പോഴും ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. ടെമ്പിൾ ഓപ്പൺ അല്ലെന്ന് തോന്നണം എപ്പോഴും. എനിക്കൊന്ന് രാവിലേക്ക് ആയിരിക്കുള്ളൂ ഓപ്പൺ ആണെങ്കിൽ. പക്ഷെ അടിപൊളിയാണ് കാണാൻ. കണ്ടില്ലേ അത്യാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ. കാരണം നമ്മൾ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടോ കാണാൻ. നല്ല അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വരാൻ നോക്കട്ടെ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഈ ഒരു മരങ്ങൾ തന്നെ കാണാൻ അടിപൊളിയാണ്. ഏകദേശം നിങ്ങൾ വരാൻ ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് വന്നു കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും, ലേറ്റൊക്കെ പോയിട്ട്. ഇപ്പോൾ അതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളിൽ അവിടെ എത്തിയേട്ടാ. അപ്പോൾ ഇരുട്ടി തുടങ്ങി, ലേറ്റില്ലാട്ടാ. അപ്പോൾ എന്തായാലും സൈക്കിൾ എടുത്തിട്ടെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരാൾ നമ്മളെ സ്റ്റേ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഇവിടെ ടെൻ്റ് അടിച്ചേക്കണം. അപ്പോൾ അതിവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ അവരെ പരിചയപ്പെടുത്തരാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നേരത്തെ പരിചയപ്പെട്ടില്ല, നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് അവരാണ് കേട്ടോ. ഞാൻ രാവിലെ പരിചയപ്പെടുത്തരാം. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരുടെ തിരക്കിലാണ് കേട്ടോ. അവരിവിടെ ടെൻറ്റ് ഇവിടെ ആ പുള്ളിയുടെ കെയർ ഓഫിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. കുറച്ച് അരി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ മാഗി തന്നെ ഇനി ഉണ്ടാക്കണമെന്നൊരു ഐഡിയ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ ഇവിടുന്ന് ധനോൾട്ടി പോകട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ.